ആരോഗ്യ മേഖലയിൽ രാജ്യത്തിന് അഭിമാനകരമായി മുന്നേറുന്ന കേരളത്തിന് ഒരു എയിംസ് അനുവദിക്കാൻ ഇവർക്ക് സാധ്യമാണോ? സ്ഥലം ഉൾപ്പെടെ എടുത്തു നൽകി കൃത്യമായി അതിനാവശ്യമായ സ്ഥലം ഉൾപ്പെടെ കിനാലൂരിൽ കൃത്യമായി എടുത്തു നൽകി സ്ഥലം ഏറ്റെടുത്ത് കഴിഞ്ഞിട്ട് പോലും അനുവദിക്കുന്നില്ലല്ലോ. ദുഷ്ടതാപരമായ സമീപനം കേരളത്തിലെ ജനങ്ങളോട് സ്വീകരിക്കുക, ഒരു എയിംസ് പോലും അനുവദിക്കാതിരിക്കുക, എന്നിട്ട് ഇവിടെ വന്നിട്ട് വാചാലമായി സംസാരിക്കുക എന്നുള്ള നമ്മൾ കാണാൻ. ഒരു രോഗം വന്നാൽ എന്ത് ചെയ്യണം? ഒറ്റ ഉത്തരവേ ഉള്ളൂ, ചികിത്സിക്കണം. അല്ലാതെ രോഗമുണ്ട് എന്ന് ഡിറ്റക്ട് ചെയ്യുന്ന ആളെ തട്ടിക്കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ നമ്മുടെ ആതുര സേവന രംഗത്തിന് പൊതുമേഖലയിൽ ചില കുഴപ്പങ്ങളുണ്ട്. അതിന് രോഗം ബാധിച്ചിരിക്കുന്നു എന്ന് കണ്ടാൽ അത് കൃത്യമായി ചികിത്സിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രതിവിധി. അതിനിപ്പോൾ 4 അംഗ സമിതി അത് പഠിക്കാനൊക്കെ നിയോഗിച്ചിട്ടുള്ളത് നല്ല കാര്യം. അതിനപ്പുറത്ത് ഇന്നിപ്പോൾ ഡോക്ടർ തന്നെ പറയുന്നത്, ഡോക്ടർ ഹാരിസ് തന്നെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ എൻ്റെ കരിയർ ത്യജിച്ചുകൊണ്ടിട്ടാണ് ഇങ്ങനെയൊരു തീരുമാനമെടുത്തത്. ഈ വിഷയത്തിനൊരു സ്ഥിരമായ പരിഹാരം ഉണ്ടാവണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. ഞാൻ വൈകാരികമായി പറയുന്നതല്ല. ഇതിനോടകം തന്നെ രോഗികളായ ഈ സമീപകാലത്ത് മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെൻറ്റ് നേടി ആ മെഡിക്കൽ കോളേജിനോടും ഡോക്ടർമാരോടും കമ്മിറ്റ്മെൻറ്റുള്ള ആ നന്ദിയുള്ള രോഗികൾ തന്നെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നോക്കൂ, പുനരുപയോഗത്തിന് പറ്റില്ലാത്ത ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഉപകരണങ്ങൾ, സർജിക്കൽ ഉപകരണങ്ങൾ റീയൂസ് ചെയ്യേണ്ടി വരുന്ന സാഹചര്യമുണ്ട് 7-8 തവണ. കാരണം അത് കോസ്റ്റ്ലിയാണ്. നമ്മുടെ പാവപ്പെട്ട രോഗികളെ സംബന്ധിച്ച് അത് അണുവിമുക്തമാക്കി ഉപയോഗിക്കുക എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് പോകുന്നുണ്ട്. അത് നല്ല വണ്ണം അണുവിമുക്തമാക്കിയാൽ വലിയ കുഴപ്പമില്ല എന്ന് എക്സ്പേർട്സ് പറയുന്നുമുണ്ട്. അതുപോലെ ഈ പറയുന്ന ഫണ്ടില്ലായ്മയുടെ അല്ലെങ്കിൽ അനുബന്ധ ഉപകരണങ്ങൾ വാങ്ങാൻ പറ്റാത്തതിൻ്റെ പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ പാവപ്പെട്ട രോഗികൾക്ക് എങ്ങനെയാണ് അത് അഫോർഡ് ചെയ്യാൻ പറ്റുക എന്നുള്ള വലിയ പ്രശ്നമുണ്ട്. അതെങ്ങനെ പരിഹരിക്കാൻ പറ്റും എന്ന കാര്യത്തിൽ ഫോക്കസ് ചെയ്യണ്ടേ സർക്കാരിന്റെ ആലോചന? അതല്ലാതെ ഇത് ചൂണ്ടിക്കാണിച്ച ആള് ഞങ്ങളെ മോശക്കാരനാക്കിയോ എന്നുള്ള മട്ടിലാവണമോ ചർച്ച? അഭിലാഷ്, ഇവിടെ കുറേയേറെ കാര്യങ്ങൾ വന്നതുകൊണ്ട് സ്വാഭാവികമായും താങ്കൾ എനിക്ക് അതിനനുസരിച്ച് സമയം തരും, ന്യായമായും ഒന്ന് പ്രതീക്ഷിക്കുകയാണ്. ശരി. ഒന്ന്, ഇവിടെ ജ്യോതികുമാറിൻ്റെയും അതുപോലെ തന്നെ BJPയുടെ പ്രതിനിധിയുടെയൊക്കെ ശ്രീ ശിവശങ്കറിൻ്റെയൊക്കെ ആർഗ്യുമെൻ്റ് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുകയാണ്. ഒന്ന്, രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനമായി കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുക്കുന്നത് കേരളത്തെയാണ്. ആ സൗജന്യ ചികിത്സയുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ ഇപ്പോൾ UDFൻ്റെ പ്രതിനിധിക്ക് എന്തും പറയാൻ വേണ്ടി കഴിയുന്നത് 9 വർഷം മുമ്പെയുള്ള കാര്യങ്ങൾ ജനങ്ങൾ മറന്നുപോയിരിക്കും എന്നതുകൊണ്ടാണ്. എന്നാൽ വസ്തുതകൾ രേഖാപരമായി പരിശോധിച്ചാൽ ഇപ്പോൾ UDFൻ്റെ കാലത്ത് സൗജന്യ ചികിത്സ 2011-12 139 കോടി, പിന്നെ തുടർന്നുള്ള വർഷം 181 കോടി, 108.49 കോടി, 121 കോടി, 141 കോടി, ഇതെല്ലാമാണ് സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിച്ചത്. 5 വർഷം ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിച്ചത് 660.49 കോടിയാണ്. 2021-22 വർഷത്തിൽ ഈ ഗവൺമെൻറ് ചെലവഴിച്ചത് 1424.46 കോടിയാണ്. 2022-23 ചെലവഴിച്ചത് 1478 കോടിയാണ്. 2023-24 കാലഘട്ടത്തിൽ 1498.5 കോടി രൂപയാണ്. എന്ന് പറഞ്ഞാൽ അതായത് ഒരു വർഷം ചെലവഴിച്ചതിൻ്റെ പകുതി പോലും ഈ വർഷം, ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം സൗജന്യ ചികിത്സയ്ക്കായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ചെലവഴിച്ചതിൻ്റെ പകുതി പോലും 5 വർഷം കൊണ്ട് സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി UDF ഗവൺമെൻറ് കാലത്ത് ചെലവഴിച്ചിട്ടില്ല എന്നുള്ളത് കണക്കുകൾ വെച്ച് നോക്കിയാൽ മനസ്സിലാകും. UDF ഭരണകാലത്ത് സൗജന്യ ചികിത്സ ലഭിച്ച കുടുംബങ്ങളുടെ എണ്ണം 28.1 ആയിരുന്നു. എന്നാൽ LDF ഗവൺമെൻറ് കാലത്ത് സൗജന്യ ചികിത്സ ലഭിച്ച കുടുംബങ്ങളുടെ എണ്ണം 42.5 ആണ്. ഇവിടെ ഇതിൻ്റെ ഭാഗമായ ഒരുപാട് മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. മാതൃമരണ നിരക്ക് UDFൻ്റെ കാലത്ത് 43 ആയിരുന്നു, ഇപ്പോൾ അത് 16 കുറഞ്ഞു. ശിശുമരണ നിരക്ക് UDFൻ്റെ കാലത്ത് 12 ആയിരുന്നു, അത് പകുതിയായി 6 കുറഞ്ഞു. ഇതെല്ലാം ഇവിടെയുണ്ടായ മാറ്റമാണ്. ഇവിടെയുണ്ടായ അടിസ്ഥാന സൗകര്യത്തിൻ്റെ മുന്നേറ്റം ജനങ്ങളുടെ മുന്നിൽ മറച്ചു കാണിക്കാൻ വേണ്ടി കഴിയുമോ? കിഫ്ബിയിലൂടെ മാത്രം 700 കോടിയിലധികം രൂപ ചെലവഴിച്ചുകൊണ്ട് അടിസ്ഥാന വികസനത്തിന് നേതൃത്വം കൊടുത്തു. ഇത് കേരളത്തിലെ ആശുപത്രികളിലാണ്. പിന്നെ അതിൻ്റെ ഭാഗമായി പലതും ഡയാലിസിസ് സെൻ്ററുകളുടെ കാര്യത്തിൽ കേരളത്തിൽ സർക്കാർ മേഖലയിൽ 8 സെൻ്ററുകൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ 107 ഡയാലിസിസ് സെൻ്ററുകളായി മാറി. സർക്കാർ ആശുപത്രികളിൽ എത്തിയിരുന്ന OPയിലെത്തിയിരുന്ന ആളുകളുടെ എണ്ണം UDFൻ്റെ 2015-16 കാലഘട്ടത്തിൽ പരിശോധിച്ചാൽ 8.3 കോടി ആളുകളായിരുന്നു. ഇപ്പോൾ അത് 13.5 കോടിയായി വർദ്ധിച്ചിരിക്കുന്നു. ഈ വർഷത്തെ ഏറ്റവും ഒടുവിലത്തെ കണക്കെടുത്ത് പരിശോധിച്ചാൽ കാണാൻ വേണ്ടി കഴിയും. ഇപ്പോൾ ഓരോ മേഖലയിലായാലും രാജ്യാന്തരമായ മുന്നേറ്റം കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയ്ക്കുണ്ടായിട്ടുണ്ട്. നിപ്പ രോഗബാധിത
ലോകത്തിൻ്റെ മുന്നിൽ ഏതാണ്ട് 90% മരണസാധ്യതയുള്ള മരണനിരക്കുള്ള രോഗമാണ്. കേരളത്തിൽ അത് 33% മാത്രമാണ്. അമീബിക് ജ്വരം വന്നാൽ ലോകത്തിൻ്റെ മുന്നിൽ 98% മരണനിരക്ക് എന്ന് പറയുന്നത്. എന്നാൽ കേരളം കേവലം 23% മാത്രമാണ്. ഇങ്ങനെ ഒരുപാട് മുന്നേറ്റമുണ്ടായിട്ടുണ്ട്. ലോകാരോഗ്യ സംഘടന പോലും പല കാര്യത്തിലും പാലിയേറ്റീവ് കെയറിൻ്റെ കാര്യത്തിൽ ലോകാരോഗ്യ സംഘടന കേരളത്തിലെ പ്രവർത്തനങ്ങളെ പ്രശംസിക്കുന്നു എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇത്തരം മുന്നേറ്റങ്ങളെയെല്ലാം മറച്ചു വെക്കാനാണ് ശ്രമിക്കുന്നത്. മറ്റൊന്ന്, ഇവിടെ ബജറ്റ് വിഹിതത്തെക്കുറിച്ചും തെറ്റായ കണക്കുകൾ അവതരിപ്പിക്കുകയാണ്. ഇവിടെ ബജറ്റ് വിഹിതം പരിശോധിച്ചാലും ഇപ്പോൾ 2021-22 കാലഘട്ടത്തിൽ ബജറ്റ് വിഹിതത്തിനേക്കാൾ 137% ചെലവഴിച്ചു. ആ കാലഘട്ടത്തിൽ കോവിഡിൻ്റെതുൾപ്പെടെയുള്ള പ്രശ്നമുള്ളതുകൊണ്ട് അധികമായി 3095 കോടി രൂപ ചെലവഴിച്ചു. 2022-23 കാലഘട്ടത്തിൽ 103% ചെലവഴിച്ചത്. 250 കോടി വകയിരുത്തിയതിനേക്കാൾ കൂടുതൽ അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടായി. 2024-25 നോക്കിയാൽ അത് 103 കോടി തന്നെയാണ്. 327 കോടി രൂപ അധികം വകയിരുത്തിയതിനേക്കാൾ കൂടുതൽ ചെലവഴിക്കുണ്ടായി. വകയിരുത്തൽ പരിശോധിച്ചാൽ 2024-25 വകയിരുത്തൽ 9667 കോടി രൂപയാണ്. അനുവദിച്ചത് 9994 കോടി രൂപയാണ്. ഇതെല്ലാം നമ്മൾ കാണേണ്ടതുണ്ട്. ഈ വസ്തുതകളെയെല്ലാം കണക്കുകളെയെല്ലാം മറച്ചു വെച്ചുകൊണ്ട് തെറ്റായ കണക്ക് അവതരിപ്പിക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ് പ്രതിനിധിയായി BJPയുടെ പ്രതിനിധിയായി പങ്കെടുക്കുന്ന ശ്രീ ശിവശങ്കർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഇങ്ങോട്ട് തരാനുള്ള പണം പോലും തരുന്നില്ലല്ലോ. ഇപ്പോൾ കേരളത്തിന് ന്യായമായും ലഭിക്കേണ്ട കേന്ദ്ര വിഹിതം തടഞ്ഞു വെച്ചത് 538.14 കോടി രൂപയാണ്. NHM മുഖേന 60% സംസ്ഥാന സർക്കാർ, 40% കേന്ദ്ര സർക്കാർ എന്നത് തരുന്നില്ല. ഇവിടെ ബ്രാൻഡിങ് ഉൾപ്പെടെ, ഇത് ആശുപത്രികളുടെ മുകളിലൊക്കെ മോദിയുടെ ചിത്രം പതിക്കണം, ബ്രാൻഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതുൾപ്പെടെ ചെയ്തിട്ടാണ് ഇത് തരാത്തത്. 826.02 കോടി രൂപ തരേണ്ടതിൽ 2 ഘട്ടമായി 189.5 കോടിയും അതുപോലെ തന്നെ 98 അല്ല തടസ്സപ്പെടുത്തണ്ട. അതായത് ഈ ലോഗോ വെച്ചതിന് ആയുഷ്മാൻ ഭാരത് മാനദണ്ഡങ്ങൾ പാലിച്ചതിന് പറയട്ടെ ഈ ബ്രാൻഡ് ചെയ്തതിന് ശേഷവും പണം കിട്ടാൻ ബാക്കിയുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. 98.74 കോടി രൂപ ഇതെല്ലാം കഴിച്ച് 538.14 കോടി രൂപ ഇപ്പോഴും കിട്ടാൻ ബാക്കിയാണ്. ആരോഗ്യ മേഖലയിൽ രാജ്യത്തിന് അഭിമാനകരമായി മുന്നേറുന്ന കേരളത്തിന് ഒരു എയിംസ് അനുവദിക്കാൻ ഇവർക്ക് സാധ്യമാണോ? സ്ഥലം ഉൾപ്പെടെ എടുത്തു നൽകി കൃത്യമായി അതിനാവശ്യമായ സ്ഥലം ഉൾപ്പെടെ കിനാലൂരിൽ കൃത്യമായി എടുത്തു നൽകി സ്ഥലം ഏറ്റെടുത്ത് കഴിഞ്ഞിട്ട് പോലും അനുവദിക്കുന്നില്ലല്ലോ. ദുഷ്ടതാപരമായ സമീപനം കേരളത്തിലെ ജനങ്ങളോട് സ്വീകരിക്കുക, ഒരു എയിംസ് പോലും അനുവദിക്കാതിരിക്കുക, എന്നിട്ട് ഇവിടെ വന്നിട്ട് വാചാലമായി സംസാരിക്കുക എന്നുള്ള നമ്മൾ കാണേണ്ടതുണ്ട്. പിന്നെ ഒറ്റ കാര്യം കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. ഇവിടെ UDFന്റെ കാലത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കണോ ശ്രീ ചാമക്കാല? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അന്ന് UDF ആന്റണി ഭരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അന്ന് കേരള ഗവർണറായിട്ടുള്ള സിക്കന്ദർ ഭക്ത് അദ്ദേഹം മരിച്ചുപോയി. തിരുവനന്തപുരം ആശുപത്രിയിൽ വെച്ചാൽ, ഗവൺമെൻറ് ആശുപത്രി മെഡിക്കൽ കോളേജിൽ വെച്ചാൽ മരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബം ആരോപിച്ചത് ആശുപത്രിയിലെ അപര്യാപ്തം മൂലം അണുബാധയുണ്ടായിട്ടാണ് മരിച്ചതെന്നാണ്. ആരോഗ്യമന്ത്രിയായിരുന്ന ശ്രീ P. ശങ്കരൻ അദ്ദേഹം ഒരിക്കൽ അപകടത്തിൽപ്പെട്ട് അപ്രതീക്ഷിതമായി ആശുപത്രിയിലെത്തിയപ്പോൾ കരഞ്ഞ് നിലവിളിച്ചിട്ടാണ് സൗകര്യങ്ങൾ ലഭിച്ചത് എന്ന് അദ്ദേഹം തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായി. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് സ്വകാര്യ ലോബിയെ സഹായിക്കാൻ വേണ്ടി മരുന്നുകൾ ആശുപത്രിയുടെ ടോയ്ലറ്റിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചത് നമ്മുടെ വീഡിയോ ഉൾപ്പെടെ ഇന്ന് അവൈലബിൾ ആണ്. ഒരു കാര്യം ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ, ഇത്തരം ചർച്ചകൾ ഉയർന്നു വരുന്നതിനെ ഞങ്ങൾ പോസിറ്റീവായി കാണുന്നു. കാരണം 9 വർഷം മുമ്പെയുള്ള കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾ പലതും മറന്നുപോയിട്ടുണ്ട്. അത് ആരോഗ്യ മേഖലയിൽ അന്ന് ധർമാശുപത്രി എന്നാണ് വിശേഷിപ്പിക്കുക. അന്ന് നമ്മുടെ PSCകളിൽ പോയാൽ അവിടെ ഡോക്ടറുമില്ല, മരുന്നുമില്ലാത്ത സംവിധാനമാണ്. 2-3 PSCക്ക് ഒരു ഡോക്ടർക്ക് ചുമതലയാണ്. വല്ലപ്പോഴും വന്നാലായി. അതാണ് FSCകളായി, ഫാമിലി ഹെൽത്ത് സെൻ്ററുകളായി മാറ്റിയിട്ട് ഇപ്പോൾ അവിടെ മുഴുവൻ സമയം ഡോക്ടർമാരുടെ സേവനം ലഭിക്കുന്നു. കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ 885 കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി PSCകളെ ഉയർത്തി. അവിടെ 3 ഡോക്ടർമാരുടെ മുഴുവൻ സമയ സേവനം, ഫാർമസി, ലബോറട്ടറി, മുഴുവൻ സംവിധാനങ്ങളും. UDFന് സ്വപ്നം കാണാൻ വേണ്ടി കഴിയുമോ? ആ ധർമാശുപത്രിയിൽ നിന്ന് കേരളത്തിലെ ആശുപത്രികൾക്കുണ്ടായ മാറ്റം പറയട്ടെ, ഒന്നുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അല്ല, സുദീർഘമല്ല, ഞാൻ തീർത്ത കാര്യങ്ങൾ പറയുന്നില്ല. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ആശുപത്രിയിൽ ഡോക്ടർമാരില്ല, നിയമനം നടക്കുന്നില്ല എന്നുള്ളതൊക്കെ തസ്തികകൾ വെട്ടിക്കുറയ്ക്കുന്ന ഒരു കാലമായിരുന്നു UDFന്റെ കാലം. പൊതു തസ്തികകൾ 30,000-ലധികം തസ്തികകൾ വെട്ടിക്കുറച്ചതാണെങ്കിൽ ആരോഗ്യ മേഖലയിൽ ഈ 2ാം പിണറായി സർക്കാർ മാത്രം 770 തസ്തികകളാണ് പുതുതായി സൃഷ്ടിച്ചത്. പല മേഖലയിലും മുന്നേറ്റമുണ്ടായി. ഇപ്പോൾ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഇന്ത്യയിൽ ആദ്യമായി
ജില്ലാ ആശുപത്രികളിൽ, സർക്കാർ ആശുപത്രികളിൽ നടക്കുന്ന സംസ്ഥാനം കേരളമാണ്. കാർഡിയോളജി രംഗത്ത്, ക്യാൻസർ രംഗത്ത്, മറ്റ് ആശുപത്രികളെ വെല്ലും നിലയിലെ കേരളത്തിലെ പൊതു ആരോഗ്യ ശൃംഖല മാറി. കരൾ മാറ്റിവെക്കൽ രാജ്യത്ത് ആദ്യമായി ജില്ലാ ആശുപത്രികളിലും ഗവൺമെന്റ് ആശുപത്രികളിലും നടത്തുന്ന സംസ്ഥാനം കേരളമാണ്. അതുകൊണ്ടാണ് സ്വാഭാവികമായും നേരത്തെ ഡോക്ടർ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ മികച്ച ചികിത്സ ലഭിക്കുന്നുണ്ട്. രോഗികളുടെ എണ്ണം നല്ലവണ്ണം കേരളത്തിൽ വർദ്ധിച്ചിട്ടുണ്ട്. സർക്കാർ ആശുപത്രികളിലേക്ക് വരുന്ന രോഗികളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇനിയും മുന്നേറണം എന്നുള്ളത് തന്നെയാണ് താല്പര്യം. ഞങ്ങൾ പറഞ്ഞത് LDF വരും എല്ലാം ശരിയാകുമെന്നാണ്. ഞങ്ങളോട് ആരും ചോദിച്ചിട്ടില്ല എന്താണ് ശരിയായത് എന്ന്. ഞങ്ങൾക്ക് തുടർഭരണം എല്ലാം ശരിയാകും എന്ന് പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞതിലെ പ്രധാനപ്പെട്ട ഒരു ഘടകം ഇതായിരുന്നു. അതാണ് ഇവർ തകർത്തതിനെ ശരിയാക്കാനാണ് ആർദ്രം പദ്ധതി കൊണ്ടുവന്നത്. ആ പദ്ധതിയിലൂടെ മുന്നോട്ട് പോയി. പിന്നീട് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഞങ്ങളോട് ആരും ചോദിച്ചിട്ടില്ല എന്താണ് നിങ്ങൾ ശരിയാക്കിയതെന്ന്. ശരിയായി എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് 91 സീറ്റിൽ നിന്ന് 98 സീറ്റ് നേടിക്കൊണ്ട് വീണ്ടും ആകുമോ എന്നുള്ള ഒരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. ഇതിൽ തന്നെ ഇപ്പോ സജീഷ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ തെരഞ്ഞെടുപ്പ് വിജയമല്ല മാനദണ്ഡമായി പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞത് ഇവർ തകർത്തൊരു കേരളത്തെ ജനങ്ങൾ മറന്നുപോയി എന്ന് കരുതരുത്. ആരോഗ്യ മേഖല അല്ല, കേരളത്തെ തകർത്ത് തരിപ്പണമാക്കിയിരുന്നല്ലോ. അതിനെയാണല്ലോ അന്നത്തെ ഡയാലിസിസ് സെന്റർ ഉണ്ട്. ഞങ്ങളുടെ കാലത്ത് അന്നത്തെ KPCC പ്രസിഡന്റ് ആയിരുന്ന സുധീരൻ പറഞ്ഞത് താങ്കൾക്ക് ഉൾപ്പെടെ ഓർമ്മയുണ്ടാവുമല്ലോ. സുധീരൻ എന്താണ് സ്വാഭാവികമായ മുന്നേറ്റമല്ല. തകർന്നടിഞ്ഞ കേരളത്തിന്റെ ആരോഗ്യ മേഖലയിലെ ഇന്ത്യയിലെ 1-ാം സ്ഥാനത്തെത്തുകയും ലോകം മുഴുവൻ അംഗീകരിക്കപ്പെടുന്ന രീതിയിൽ അന്താരാഷ്ട്രവും ദേശീയവുമായ 30ഓളം പുരസ്കാരങ്ങൾ നേടുകയും ഇപ്പൊ നേരത്തെ ഇവിടെ അദ്ദേഹം സൂചിപ്പിക്കുമ്പോ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലെ ICMR അല്ലല്ല പറയട്ടെ, കേരളം തന്നെയാണ് മുമ്പിൽ. താങ്കൾ ഇപ്പൊ 10 മിനിറ്റിൽ കൂടുതൽ സംസാരിച്ചു. ഇതിൽ കൂടുതൽ ഉദാരമായ അഭിലാഷ് ഒരു വാചകം പറയട്ടെ. ഒരു വാചകം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. തീർച്ചയായും അദ്ദേഹം ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് ഉൾപ്പെടെ പറയുകയാണ് BJP പ്രതിനിധി. ICMR മോഡലായി തെരഞ്ഞെടുക്കപ്പെട്ട ഡിപ്പാർട്ട്മെന്റാണ് തിരുവനന്തപുരത്ത് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ICMR-ന്റെ മോഡലാണ്. അത് മാത്രമല്ല, ന്യൂറോളജിയുടെ കാര്യത്തിൽ ഏറ്റവും മികച്ച സ്ട്രോക്ക് യൂണിറ്റായി തെരഞ്ഞെടുക്കുന്നത് കേരളത്തിലെ ഇവിടെയുള്ള യൂണിറ്റുകൾ തന്നെയാണ്. അതുപോലെ തന്നെ SIT രാജ്യത്തിലെ മികച്ച 10 എണ്ണം എടുത്താൽ ഒന്ന് കേരളമാണ്. ഇങ്ങനെ പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ രാജ്യത്തെ മികച്ച 100 എണ്ണം എടുത്താൽ അതിൽ ആദ്യത്തേത് വരുന്നത് മുഴുവൻ കേരളത്തെ സംബന്ധിച്ച് ആരോഗ്യ സംരക്ഷണത്തിന്റെ ഒരു വലിയ മാതൃകയും ലെഗസിയും അംഗീകരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയില്ല.